അങ്ങനെ അപ്പം ഞാൻ JBLന്റെ സ്പീക്കർ എല്ലാ കാര്യങ്ങളും അപ്പം ലാലേട്ടനത് അറിയില്ല ഇത് എങ്ങനെ പറയാമോ. അപ്പം മോനെ കഥ പറഞ്ഞോളൂ എന്ന് ഞാൻ നേരെ സ്പീക്കറൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെയാണ് ഞാൻ കഥ റൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പം പുള്ളിക്കും ഇതൊരു പുതിയ ഇതെന്താണ് ചെയ്യാൻ പാടും. ഫസ്റ്റ് സീൻ പറയുമ്പോൾ തന്നെ പ്രകൃതി മറിച്ചത് സൗണ്ട് ആംബിയൻസ് ഭയങ്കര ഡിസൈൻഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്. അപ്പം അത് കേൾപ്പിച്ച് കഴിഞ്ഞാൽ കുറേ ഭയങ്കര ലാലേട്ടൻ കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി പുള്ളിക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വെൽ എല്ലാം ആസ് പെർ ദ പ്ലാൻ പോകുന്നു. ആ ഇന്റർവെല് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ 2-3 ഏരിയാസിൽ ലാലേട്ടന്റെ കൺസേണുകളും കൺഫ്യൂഷൻസും ഒക്കെ ഭയങ്കര ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതെങ്ങനെയാണ് ഇങ്ങനെ ആ ക്യാരക്ടർ അങ്ങനെ. അപ്പം എനിക്ക് മനസ്സിലായി അത്ര ഇന്നായത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെ സംസാരിച്ച് സെക്കൻഡ് ഹാഫും കേൾപ്പിച്ചു കഴിഞ്ഞപ്പം ഇവരെന്താണ് ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത്, എന്ത് ഇവർക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം ലാലേട്ടന് കിട്ടിയെന്ന് തോന്നുന്നു. എന്നാലും 2-3 പോയിന്റിൽ ലാലേട്ടന്റെ ചെറിയ കൺസേണുകളും ഡൗട്ടുകളും ക്ലാരിറ്റി വരുത്തണം എന്നുള്ളപ്പോൾ അതും കൂടി ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പടം ചെയ്യാം. അപ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് എസ്കേപ്പ് പിടിച്ചു. പക്ഷെ പുള്ളി 2ാമത്തെ തവണ ചെന്നപ്പോഴത്തേക്കും ചേഞ്ചസ് ഒക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു.